യോബ് അധ്യായം 15. അതിന് തേമാന്യനായ എലീഫസ് ഉത്തരം പറഞ്ഞാൽ, ജ്ഞാനിയായവൻ വ്യർത്ഥജ്ഞാനം പ്രസ്താവിക്കുന്നു. അവൻ കിഴക്കൻ കാറ്റുകൊണ്ട് വയറ് നിറയ്ക്കുന്നു. അവൻ പ്രയോജനമില്ലാത്ത വാക്കുകളാലും ഉപകാരമില്ലാത്ത മൊഴികളാലും തർക്കിക്കുന്നു. നീ ഭക്തി വെടിഞ്ഞ് ദൈവസന്ധിയിലെ ധ്യാനം മുടക്കിക്കളയുന്നു. നിന്റെ അകത്യം നിന്റെ വായെ പഠിപ്പിക്കുന്നു. വായികളുടെ നാവ് നീ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാനല്ല, നിന്റെ സ്വന്തം വായി നിന്നെ കുറ്റം വിധിക്കുന്നു. നിന്റെ അധരങ്ങൾ തന്നെ നിന്റെ നേരെ സാക്ഷീകരിക്കുന്നു. നീയോ ആദ്യം ജനിച്ച മനുഷ്യൻ. ഗിരികൾക്ക് മുമ്പേ നീ പിറന്നുപോകും. നീ ദൈവത്തിന്റെ മന്ത്രിസഭയിൽ കൂടിയിട്ടുണ്ടോ? ജ്ഞാനത്തെ നീ കുത്തക പിടിച്ചിരിക്കുന്നു. ഞങ്ങൾ അറിയാത്തതായി നീ എന്തറിയുന്നു? ഞങ്ങൾക്ക് വശമില്ലാത്തതായി എന്തോന്ന് നീ ഗ്രഹിച്ചിരിക്കുന്നു? ഞങ്ങളുടെ ഇടയിൽ മരിച്ചവരും വൃദ്ധന്മാരും ഉണ്ട്. നിന്റെ അപ്പനേക്കാൾ പ്രായം ചെന്നവർ തന്നെ. ദൈവത്തിന്റെ ആശ്വാസങ്ങളും സ്വന്തമായി പറഞ്ഞു തരുന്ന വാക്കും നിനക്ക് പോരെയോ? നിന്റെ ഹൃദയം നിന്നെ പതറിക്കുന്നതെന്ത്? നീ കണ്ണ് ഉരുട്ടുന്നതെന്ത്? നീ ദൈവത്തിന്റെ നേരെ ചീറുകയും നിന്റെ വായിൽ നിന്ന് മൊഴികളെ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. മർത്യൻ ശുദ്ധിമാനായിരിക്കുന്നത് എങ്ങനെ? സ്ത്രീ പ്രസവിച്ചവൻ നീതിമാനായിരിക്കുന്നത് എങ്ങനെ? തന്റെ വിശുദ്ധന്മാരിലും അവന് വിശ്വാസമില്ലല്ലോ. സ്വർഗവും തൃക്കണ്ണിന് നിർമ്മലമല്ല. പിന്നെ മ്ലേച്ഛതയും വഷളത്വവും ഉള്ളവനായി വെള്ളം പോലെ അകത്യം കുടിക്കുന്ന മനുഷ്യൻ എങ്ങനെ? ഞാൻ നിന്നെ ഉപദേശിക്കാം, കേട്ടുകൊള്ളുക. ഞാൻ കണ്ടിട്ടുള്ളത് വിവരിച്ചു പറയാം. ജ്ഞാനികൾ തങ്ങളുടെ പിതാക്കന്മാരോട് കേൾക്കുകയും മറച്ചു വെക്കാതെ അറിയിക്കുകയും ചെയ്തത് തന്നെ. അവർക്ക് മാത്രമല്ലോ ദേശം നൽകിയിരുന്നത്. അന്യൻ അവരുടെ ഇടയിൽ കിടക്കുന്നതുമില്ല. ദുഷ്ടൻ ജീവപര്യന്തം അതിവേദനയോടെ ഇരിക്കുന്നു. നിഷ്ഠൂരന് വെച്ചിരിക്കുന്ന ആണ്ടുകൾ തികയോളം തന്നെ. ഘോരനാഥം അവന്റെ ചെവിയിൽ മുഴങ്ങുന്നു. സുഖമായിരിക്കുകയിൽ കവർച്ചക്കാരൻ അവന്റെ നേരെ വരുന്നു. അന്ധകാരത്തിൽ നിന്ന് മടങ്ങി വരുമെന്ന് അവൻ വിശ്വസിക്കുന്നില്ല. അവൻ വാളിനിരയായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. അവൻ അപ്പം തന്നെ നടക്കുന്നു. അതെവിടെ കിട്ടും? അനന്ത ദിവസം തനിക്ക് അടുത്തിരിക്കുന്നു എന്ന് അവൻ അറിയുന്നു. കഷ്ടവും വ്യാകുലവും അവനെ അരട്ടുന്നു. പടയ്ക്കൊരുങ്ങിയ രാജാവെന്ന പോലെ അവനെ ആക്രമിക്കുന്നു. അവൻ ദൈവത്തിന് വിരോധമായി കൈ നീട്ടി സർവശക്തനോട് ധിക്കാരം കാട്ടിയതുകൊണ്ട് തന്നെ. തന്റെ പരിചയങ്ങളുടെ തുടിച്ച മൊഴികളോടുകൂടെ അവൻ ശാഠ്യം കാണിച്ച് അവന്റെ നേരെ പാഞ്ഞു ചെല്ലുന്നു. അവൻ തന്റെ മുഖത്തെ മേരസ്സുകൊണ്ട് മൂടുന്നു. തന്റെ കടിപ്രദേശത്ത് കൊഴുപ്പ് കൂട്ടുന്നു. അവൻ ശൂന്യ നഗരങ്ങളിലും ആരും പാർക്കാതെ കൽക്കുമ്പാരങ്ങളായി തീരുവാനുള്ള വീടുകളിലും പാർക്കുന്നു. അവൻ ധനവാനാകിയില്ല. അവന്റെ സമ്പത്ത് നിലനിൽക്കുകയില്ല. അവർ വിളവ് നിലത്തേക്ക് കുലച്ചു മറിയുകയുമില്ല. ഇരുളിൽ നിന്ന് അവൻ തെറ്റിപ്പോകുകയില്ല. അഗ്നിജ്വാല അവന്റെ കൊമ്പുകളെ ഉണക്കിക്കളയും. തിരുവായിലെ ശ്വാസം കൊണ്ട് അവൻ കെട്ടുപോകും. അവൻ വ്യാജത്തിൽ ആശ്രയിക്കരുത്. അത് സ്വയവഞ്ചനയത്രേ. അവന്റെ പ്രതിഫലം വ്യാജം തന്നെയായിരിക്കും. അവന്റെ ദിവസം വരും മുമ്പേ അത് നിവൃത്തിയാകും. അവന്റെ പനമ്പട്ട പച്ചയായിരിക്കുകയില്ല. മുന്തിരിവള്ളി പോലെ അവൻ പിഞ്ച് ഉതിർക്കും. ഒരു വൃക്ഷം പോലെ പൂ പിടിക്കും. വഷളന്മാരുടെ കൂട്ടം വന്ധ്യത പ്രാപിക്കും. കൈക്കൂലിയുടെ കൂടാരങ്ങൾ തീക്കിരയാകും. അവർ കഷ്ടത്തെ ഗർഭം ധരിച്ച് അനർത്ഥത്തെ പ്രസവിക്കുന്നു. അവർ ഉദരം വഞ്ചനയെ ഒഴിവാക്കുന്നു.